വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വി.ഡി. സതീശൻ ഉൾപ്പെടെ 21 പേർ ആണ് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അണികളും അണിനിരന്ന ചടങ്ങ് ആയിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. ഇതോടൊപ്പം തന്നെ നിരവധിയായ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, നിയുക്ത പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, CPM-ന്റെ സംസ്ഥാന ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ഇരിപ്പിടം, മുഖ്യമന്ത്രി ഇവിടേക്കാണ് എത്തേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വി.ഡി. സതീശൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി എന്ന നിലയിൽ നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലായിരുന്ന വസതിയിൽ നിന്ന് ഇന്നും അവിടെ നിന്ന് ഇറങ്ങിയ വി.ഡി. സതീശൻ ഇനി മുഖ്യമന്ത്രി കസേരയിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ ചടങ്ങിന് ശേഷം, സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷം ഗവർണർ രാജേന്ദ്ര അലേക്കർ അവിടെ നിന്ന് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അതോടൊപ്പം ഇനി ഓരോ മന്ത്രിമാരായി അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാഹനങ്ങളുണ്ട്. പുതിയ മന്ത്രിമാർ ചുമതലയേറ്റ് അവരവരുടെ വാഹനങ്ങളിൽ ആയിരിക്കും ഇനി ആ വേദിയിൽ നിന്ന്, അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക. അവിടെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ, വെള്ള നിറത്തിലുള്ള കാറ്, അതോടൊപ്പം തന്നെ കറുത്ത നിറത്തിൽ 2 കാറുകൾ ആണ് വി.ഡി. സതീശനായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം വെളുത്ത കാറിൽ തന്നെയാണ് യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും സാധാരണ നിലയിലുണ്ടാകുന്ന, ഇപ്പോൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയുക്ത MLA-മാർ ഉൾപ്പെടെ ഉള്ളവർ, സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഉള്ളവർ ഈ ചടങ്ങിന് പങ്കെടുത്ത ശേഷം പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12-ാം നമ്പർ വാഹനം, മന്ത്രിമാർ, നിയുക്ത മന്ത്രിമാരുടെ വാഹനങ്ങൾ ആണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ മന്ത്രിമാർ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മന്ത്രിമാരുടെ വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ നേരത്തെ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. 19 പേർ ദൈവനാമത്തിൽ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് എങ്കിൽ 2 അംഗങ്ങൾ മാത്രമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റത്. ഇംഗ്ലീഷിൽ ആയിരുന്നു K. മുരളീധരൻ സത്യവാചകം ചൊല്ലിയത്. മറ്റ് എല്ലാ അംഗങ്ങളും, 20 അംഗങ്ങളും മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ഇപ്പോഴിതാ വാഹനങ്ങൾ കടന്നു പോകുന്നു. മന്ത്രിമാരുടെ വാഹനങ്ങളാണ്, നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന മന്ത്രിമാരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ അടക്കം എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം ഈ ചടങ്ങിന് ശേഷം തിരിച്ചു പോകുന്നതിൻ്റെ, മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി എത്തേണ്ടതുണ്ട്. പിന്നീട് ഗവർണറുടെ വിരുന്ന് സത്കാരം ഉണ്ട്. അതിലെല്ലാം മന്ത്രിമാർ പങ്കെടുക്കുന്നു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലയിൽ ആയിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങൾ എപ്പോഴാണ് പാലിച്ചു തുടങ്ങുക എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. നിരവധിയായ പ്രഖ്യാപനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് KSRTC-യിലെ സൗജന്യ യാത്ര എന്നതാണ് വനിതകൾക്ക്. ആ തീരുമാനം എപ്പോഴുണ്ടാകും? അടുത്ത മന്ത്രിസഭ ചുമതലയേറ്റാൽ ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തിട്ടുള്ളത്. ആ പ്രഖ്യാപനം എപ്പോൾ വരും? ജൂൺ 5-ന് ബജറ്റ് പ്രഖ്യാപനത്തിലാകുമോ കൂടുതൽ ജനക്ഷേമകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക? അതീവ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളടക്കം പറഞ്ഞുകൊണ്ട് കൂടുതൽ സമയം തേടുമോ? വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ നേരത്തെ നൽകിക്കൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ എത്ര സമയം വേണ്ടിവരും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ മന്ത്രിസഭ ഉടനെ കൈക്കൊള്ളുമോ? ഇപ്പോഴിതാ മന്ത്രിമാർ ഓരോരുത്തരായി
അവരുടെ വാഹനങ്ങളിൽ, ഔദ്യോഗിക വാഹനങ്ങളിൽ പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിന് സമീപം ഈ വാഹനങ്ങൾ തയ്യാറായിരുന്നു. ഇനി ചുമതലപ്പെട്ടവർ അതാത് വാഹനങ്ങളിൽ ആണ് യാത്ര ചെയ്യുക. അങ്ങനെ മന്ത്രിമാർ ഓരോരുത്തരായി അവരുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഇപ്പോഴിതാ ആദ്യ മന്ത്രിസഭാ യോഗം എന്തു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവർത്തകരുടെ നിലയ്ക്കാത്ത പ്രവാഹം തന്നെ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ സാഹചര്യം ആയിരുന്നു ഉള്ളത്. വളരെ പെട്ടെന്ന് ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് പലപ്പോഴായി ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഒട്ടേറെ കലഹങ്ങൾ, പൊട്ടിത്തെറികൾ, വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ചില അതൃപ്തികളും ഒക്കെയുണ്ട്. പല നേതാക്കൾക്കും മന്ത്രി കസേരയിൽ ഇടം ലഭിച്ചില്ല. നേരത്തെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ കോഴിക്കോട് നിന്നുള്ള ലീഗ് പ്രവർത്തകർ പോലും ആ അതൃപ്തി പറഞ്ഞതാണ്. പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകാത്തതിലുള്ള അതൃപ്തി. കോഴിക്കോട് നിന്ന് ഇത്തവണ UDF മികച്ച വിജയം, 12 MLA-മാരെയാണ് കോഴിക്കോട് നിന്ന് UDF ലഭിച്ചത്. പക്ഷേ ഒരു മന്ത്രി പോലുമില്ല എന്നതിലെ നിരാശ അവർ പങ്കുവച്ചിരുന്നു. അത്തരം നിരാശകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ തർക്കങ്ങളില്ലാതെ, അസ്വാരസ്യങ്ങൾ ഇല്ലാതെ, അതുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ പ്രകടമാക്കാതെയാണ് ഈ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കാൻ സാധിച്ചത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ മന്ത്രിമാരുടെ പേര് വിവരങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ പറഞ്ഞത് അർഹതപ്പെട്ട പലർക്കും ഇടം നൽകാൻ സാധിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുമോ എന്നത് വരും കാലങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടതായി വരും. 1-2 വർഷത്തെ പ്രകടനം വിലയിരുത്തി പിന്നീട് മന്ത്രിസഭയിൽ പോലും അഴിച്ചുപണികൾ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ്. ഇപ്പോൾ ഇതാ 1-ാം നമ്പർ കാർ VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ്റെ സ്റ്റേറ്റ് നമ്പർ 1 എന്നതാണ്. ഇപ്പോഴും VD സതീശൻ, സാധാരണ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കാറിൽ മുൻസീറ്റിലാണ് യാത്ര ചെയ്യാറുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷവും അതേ മുൻസീറ്റിൽ തന്നെയാണ് യാത്ര എന്നതാണ്. പിണറായി വിജയൻ്റെ യാത്രകളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ യാത്രകൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. കൂടുതൽ അകമ്പടി വാഹനങ്ങൾ പലപ്പോഴും മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട് എന്ന്, വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് തന്നെ ഇനി VD സതീശൻ്റെ യാത്ര എങ്ങനെയായിരിക്കും, എത്ര അകമ്പടി വാഹനങ്ങൾ ഉണ്ടാകും, ഗതാഗത നിയന്ത്രണങ്ങൾ ഏത് നിലയിലാകും, ഇതെല്ലാം വരും ദിവസങ്ങളിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും എന്നതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോഴിതാ VD സതീശൻ വെളുത്ത വാഹനത്തിൽ ആണ്, വെളുത്ത കാറിലാണ് യാത്ര ചെയ്യുന്നത്. നമ്പർ 1 സ്റ്റേറ്റ് കാർ ആണ് അല്പസമയം മുമ്പ് കടന്നുപോയിട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രി എന്ന നിലയിൽ പൊതുപരിപാടികളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്നതിനായി ഈ വാഹനം പുറപ്പെടുമ്പോൾ ഇപ്പോഴിതാ ഒന്നിനു പുറകെ ഓരോന്നായാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. അതിനപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് മാത്രമായി നൽകുന്ന സുരക്ഷ ക്രമീകരണങ്ങൾ, അകമ്പടി വാഹനങ്ങൾ, ഇതെല്ലാം തീർച്ചയായും വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഇതാ VD സതീശൻ സർക്കാർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു, സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര അലൈക്കർ ആണ് മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഒരു പക്ഷേ മുഖ്യമന്ത്രി തീരുമാനമടക്കം വൈകിയ പശ്ചാത്തലത്തിൽ മെയ് 4-നായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. 11-ാം ദിവസം ആണ്, 11 ദിവസങ്ങൾക്ക് ശേഷം ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഘടകകക്ഷികളുടെ മന്ത്രിമാർ മാത്രമായിരിക്കാം സത്യപ്രതിജ്ഞ ചെയ്യുക എന്നത് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ അതിവേഗം ചർച്ചകൾ പൂർത്തിയാക്കാൻ സാധിച്ചു ഈ സംവിധാനത്തിന്, UDF എന്നതാണ്. അങ്ങനെ 21 മന്ത്രിമാർ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 1982 ശേഷം എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന പ്രത്യേകതയും ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.